ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുള്ള പ്ലാന്റുകളായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് തന്നെയാണ്. നാടൻ ജമന്തിയാണ് കേട്ടോ നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം. നമ്മൾ ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കുന്നതും എപ്പോഴും മെസ്സേജ് വരുന്നതും ഈ ഒരു ഐറ്റത്തിന് തന്നെയാണ് കേട്ടോ, നാടൻ ജമന്തിക്ക്. അപ്പോൾ അതാ ഇതുപോലത്തെ സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസൊക്കെ ശരിക്കും കാണുന്നുണ്ട്. പിന്നെ ഞാൻ പാക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കുറേ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം വലിയ പ്ലാന്റ്സ് ആണ് എന്ന് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൽ 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറാണ് ഒരു കോംബോയിൽ വരിക കേട്ടോ. ഫസ്റ്റ് വരുന്ന കളർ ഇതാണ് കേട്ടോ. ഒരു ലൈറ്റ് റോസും ഒരു വയലറ്റും ഒരു പീച്ചൊക്കെ കൂടെ വന്നിട്ടുള്ളൊരു കളറാണ്. പിന്നെ ഇതാ ഈ ഒരു റെഡ് ഉണ്ട് കേട്ടോ, റെഡ്. അപ്പോൾ ഇതിലൊക്കെ തൈകൾ കണ്ടില്ലേ, ചെറിയ ചെറിയ തൈകളും വരുന്നുണ്ട് കേട്ടോ. റെഡും ഒരു ഗോൾഡൻ കളറും കൂടി വന്നിട്ടുള്ളതാണ്. പിന്നെ ഗ്രീൻ ഉണ്ട്, മെറൂൺ ഉണ്ട്, വൈറ്റ്, യെല്ലോ, വയലറ്റ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ നാടൻ ജമന്തിയിൽ കളറുകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു മെറൂണിനും നല്ല ഡിമാൻഡാണ് കേട്ടോ. പിന്നെ ഡെയ്സിയും നാടൻ ജമന്തിയും കൂടെ 2 കോംബോ ആയിട്ട് പറഞ്ഞവരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ നാളെ പ്ലാൻസ് അയച്ചു തുടങ്ങും കേട്ടോ. ഓർഡറിൻ്റെ അതനുസരിച്ചാണ് നമ്മൾ പ്ലാൻസ് അയക്കുക. ആദ്യം ഓർഡർ ചെയ്തവർക്ക് നാളെ അയക്കും കേട്ടോ. പിന്നെ ഒരു പീച്ച് കളർ ഉണ്ടോ, ഒരു പീച്ച് കളർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 5 കളറാവും കേട്ടോ ഈ ഒരു കോംബോയിൽ ഉണ്ടാവും. പലരും ചോദിക്കുന്നുണ്ട് ഫോട്ടോസ് അയച്ചു തരുമെന്ന്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന കളറുകളൊക്കെ തന്നെയാണ്, അല്ലാതെ വേറെ കളറൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതൊരു ഓറഞ്ചും ഒരു റെഡും കൂടി വന്നിട്ടുള്ളതാണ്. റീപോർട്ട് ചെയ്തിട്ട് നിങ്ങളിത് വെയിലത്ത് വെക്കരുത് കേട്ടോ. കുറച്ച് ദിവസം തണലത്ത് വെച്ചിട്ടൊന്ന് സെറ്റായതിന് ശേഷം മാത്രം വെയിലത്തേക്ക് വെക്കുക. പിന്നെ ഇതാ ഈ ഒരു കളർ, ഇതിൻ്റെ നടുവിലൊരു ലൈറ്റ് കളർ വന്നിട്ടുള്ളതാണ് കേട്ടോ. പ്യുവർ വയലറ്റും ഉണ്ട്, പിന്നെ നടുവിലൊരു ഷെയ്ഡ് വരുന്ന അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ആ ഐറ്റത്തിൽ വരുന്നതാണ്. അപ്പോൾ നാടൻ ജമന്തികളൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. പിന്നെ 10 കളർ പറഞ്ഞവരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കും നമ്മൾ അയക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോംബോയിൽ വരുന്നത് 5 കളറാണ് കേട്ടോ. 5 കളറിന് വരുന്നത് 380 രൂപയാണ് കേട്ടോ. അപ്പോൾ ചിലർ പറയും റേറ്റ് കൂടുതലാണല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ചെറിയ തൈകളല്ലല്ലോ കൊടുക്കുന്നത്, അത്യാവശ്യം ഇതുപോലെ ഫ്ലവർ ഇട്ട വലിയ പ്ലാന്റ് അല്ലേ. പിന്നെ റേറ്റ് കുറഞ്ഞിട്ടുള്ളത് ഹൈബ്രിഡ് ജമന്തിയാണ്. അതും നല്ല പോലെ പിടിച്ച് കിട്ടുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ചകിരിച്ചോറിലാണ് വരുന്നതെന്നുള്ളൂ. നാടനിൽ തൈകൾ പൊട്ടി വരുന്ന പോലെ ഹൈബ്രിഡിൽ വരും. പിന്നെ ഇതാ ഹൈബ്രിഡ് വേണ്ടവർക്ക് ഒരു പൂപ്പാടം തന്നെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല കണ്ണിന് എന്താ പറയുക, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് കേട്ടോ. നമ്മുടെ സിറ്റൗട്ടിലാണ് ഈ പ്ലാന്റ്സുകളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ലോഡ് ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഹൈബ്രിഡിൻ്റെ 5 കളറിന് വരുന്നത് 190 രൂപയാണ് കേട്ടോ. അതും ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് കുറച്ച് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഈ പഴയ ഓർഡർ അയച്ചതിന് ശേഷമാവും കേട്ടോ പുതിയ ഓർഡറൊക്കെ അയച്ചു തുടങ്ങുക. അപ്പോൾ ഇതാ ഇതിൽ വരുന്നതും 5 കളറാണ് കേട്ടോ. ഇതിൽ പീച്ച് വരുന്നുണ്ട്, ഓറഞ്ച് വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, യെല്ലോ, വൈറ്റ്, അങ്ങനെയുള്ള 5 കളറാണ് കേട്ടോ. ഇതാ ഈ കാണിക്കുന്ന കളറുകളൊക്കെ തന്നെയാണ് നമ്മുടെ കോംബോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 190 രൂപയും കൊറിയർ ചാർജും ആണ് കേട്ടോ. ഇതാണ് ഓറഞ്ചും പീച്ചും കൂടി വരുന്ന കളർ കേട്ടോ. പിന്നെ വൈറ്റ് ഒക്കെ നോർമൽ കളറുകളാണ്. അപ്പോൾ ഇതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള 5 കളറാവും. കാരണം ഓരോ ആഴ്ച വരുമ്പോഴും ലോഡ് വരുമ്പോഴും പുതിയ പുതിയ കളറുകളാവും കേട്ടോ. ചിലപ്പോൾ ഗ്രീൻ ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ ഈ കാണിച്ച കളറാവില്ല അടുത്ത ആഴ്ച കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള 5 കളർ വേണമെന്നുണ്ടെങ്കിൽ പറയുക കേട്ടോ. പിന്നെ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള കലാഞ്ചിയ പ്ലാന്റ് കേട്ടോ. നല്ല വലിയ സൈസിലുള്ള കലാഞ്ചിയ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത്. ജിഫി പ്ലാന്റോ അല്ലെങ്കിൽ ചെറിയ കവർ സൈസ് ഒന്നും അല്ല കേട്ടോ, പോട്ടിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റുകളാണ്. ഒരു പീച്ച് കളറാണ് കേട്ടോ നേരത്തെ കണ്ടത്. പിന്നെ ഇതാ ഈ ഒരു റോസും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതും നമുക്ക് കുറച്ച് പേർക്ക് അയക്കാനുണ്ട്. 3 കളറായിട്ടും 2 കളറായിട്ടും ഒറ്റ കളറായിട്ടൊക്കെ പറഞ്ഞവരുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലീഫ് വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം. പിന്നെ റെഡ് വരുന്നുണ്ട്, യെല്ലോ, വൈറ്റ്, റോസ്, അങ്ങനെയൊക്കെയുള്ള പീച്ച്, അങ്ങനെയൊക്കെയുള്ള കളറുകളാണ് കേട്ടോ നമ്മുടെ കലാഞ്ചിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതലും വിരിയാത്ത പ്ലാന്റുകളാണ് കേട്ടോ. നിറയെ പൂക്കൾ, നിറയെ മുട്ടുകളിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. അപ്പോൾ യെല്ലോ കഴിഞ്ഞ ആഴ്ച വന്ന പ്ലാന്റ് ആയതുകൊണ്ട് കുറച്ച് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഓറഞ്ചൊക്കെ ഇതാ വിരിയാറായി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു സൈസാണ് കേട്ടോ ഓറഞ്ച്. കണ്ടില്ലേ, ഇത് ചകിരിച്ചോറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഇതിന് ഓവറായിട്ട് വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ വലിയ കെയറൊന്നും ഇല്ലാത്ത പ്ലാന്റ് തന്നെയാണ്. നമുക്ക് ഇൻഡോറിലും വെക്കാം ഔട്ട്ഡോറിലും വെക്കാം കേട്ടോ. ഓവറായിട്ടുള്ള സൺലൈറ്റും ഇതിന് വേണ്ട, ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് മാത്രം മതി. പിന്നെ ഇതാ യെല്ലോയിൽ നല്ലോണം പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലാന്റ് സൈസ് ഉണ്ട്, എല്ലാം നല്ല വലിയ സൈസിലുള്ള പ്ലാന്റുകളാണ്. പ്ലാന്റ്സ് അയക്കുന്നത് DTDC സ്പീഡ് പോസ്റ്റ് വഴിയാണ് കേട്ടോ. അപ്പോൾ സ്പീഡ് പോസ്റ്റ് നമ്മൾ നാളെ അയക്കുന്ന DTDC ആണ്, പിന്നെ ചൊവ്വാഴ്ചയാണ് സ്പീഡ് പോസ്റ്റ് പറഞ്ഞവർക്ക് അയക്കുന്നത്. പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് 2 എണ്ണം മാത്രം കാണിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാം കണ്ടില്ലേ, എല്ലാം ഇത് പീച്ച് എല്ലാം ഇതുപോലെ നല്ല ഒന്നിനൊന്ന് മെച്ചമായിട്ട് വരുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. പിന്നെ വരുന്നത് കുറച്ച് ഹൈബ്രിഡ് ചെമ്പരത്തികളാണ് കേട്ടോ. അപ്പോൾ ഹൈബ്രിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പൊക്കത്തിലൊന്നും പോവാതെ നല്ല വലിയ പൂക്കളായിട്ട് നിൽക്കും, അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഫ്ലവറിൻ്റെ വലിപ്പം കണ്ടില്ലേ, ലീഫ് തന്നെ കാണാനൊരു പ്രത്യേക ഒരു ഗ്ലേസിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടോ ഒരു ലൈറ്റ് റോസ് വരുന്നുണ്ട്, പിന്നെ റെഡ് ഓറഞ്ച്. പിന്നെ ഇതാ കൂടുതലും എൻക്വയറി വരുന്ന 2 ഐറ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് ചെമ്മന്തി, അതുപോലെ ഒന്ന് ഡെയ്സി ആണ് കേട്ടോ. അപ്പോൾ അതാ ഡെയ്സിയിൽ സിംഗിൾ പെറ്റലും വന്നിട്ടുണ്ട്, ഡബിൾ പെറ്റലും വന്നിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ പെറ്റൽ ലാവൻഡർ കളർ കുറച്ച് പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിംഗിൾ പെറ്റലിലൊക്കെ നല്ല ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ. ഡബിൾ പെറ്റലിൽ അധികം മുട്ടുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സുകൾ. ഇതിൽ 3 കളറാണ്, 3 കളറും 4 ഐറ്റമാണ് കേട്ടോ. 3 കളർ ലാവൻഡർ, പിങ്ക്, പിന്നെ വൈറ്റ് ഡബിൾ പെറ്റൽ വരുന്നത്. സിംഗിൾ പെറ്റലിൽ ലാവൻഡർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിന് ഒരു പ്ലാന്റിന് വരുന്നത് 80 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് ഇതായി കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ ഫ്ലവർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കമ്പ് കട്ട് ചെയ്ത് കൊടുക്കുക, അടിയിൽ വേറെ തൈകളുണ്ടാവും, പിന്നെ അതിൽ പൂവിടാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ ഒരു ഡെയ്സി കേട്ടോ. നമുക്ക് എപ്പോഴും ഉണ്ടാവും, നിലനിൽക്കും, നശിച്ചു പോകാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ വരുന്നത് എന്നും ഫ്ലവർ തരുന്നത് നമ്മുടെ സ്വന്തം മെലസ്റ്റോമ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വയലറ്റും വെരിഗേറ്റഡും വൈറ്റും ഇപ്പോൾ അവൈലബിൾ ആണ്. വയലറ്റ് ഈ ഒരു ഫ്ലവർ ഇട്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ജെറേനിയാണ്. ജെറേനിയം 3-4 കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. റെഡ്, വൈറ്റ്, പിന്നെ ഓറഞ്ച്, പിന്നെ റോസും വൈറ്റും കൂടി വരുന്ന ഡബിൾ കളറിൽ വരുന്നത്. അപ്പോൾ ജെറേനിയം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. ഇത് നല്ല ഡാർക്ക് ഓറഞ്ച് കളറാണ് കേട്ടോ. പിന്നെ വരുന്നത് റെഡ്, അത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. ഇപ്പോൾ 4 കളറാണ്, വൈറ്റ്, ഡബിൾ കളറ്, പിന്നെ ഓറഞ്ച്, റെഡ്. അപ്പോൾ ജെറേനിയും കലാഞ്ചിയും വേണ്ടവർ മെസ്സേജ് അയക്കുക കേട്ടോ. പിന്നെ വരുന്നത് പെറ്റൂണിയയുടെ ഒരു കോംബോ ആണ് കേട്ടോ. ഈ കോംബോയ്ക്ക് വരുന്നത് 350 രൂപയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണുള്ളതെന്ന് വെച്ചാൽ പറയാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കളർ മാറ്റി വയ്ക്കും. അപ്പോൾ ഇതിൽ വരുന്ന കളറുകളൊക്കെയാണ് ഈ കാണിക്കുന്നത് കേട്ടോ. റോസ്, വയലറ്റ്, റെഡ്, പിന്നെ ഒരു പീച്ച്, ഡാർക്ക് വയലറ്റ്, ലൈറ്റ് വയലറ്റ്, ഡബിൾ